നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാതിലെത്തിയാൽ, കാരണം എന്തും ആരും എപ്പോഴും എന്തും കേൾക്കാൻ പറ്റുന്ന കാലാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ, എത്തിയാൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി അധികാരികളോട് പറയുന്നു, നിങ്ങൾ പകൽ മുഴുവനും പഠിക്കുമ്പോ ഡെയിലി 5 മിനിറ്റ് ധാർമ്മികമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഒരു പീരീഡ് നിങ്ങൾ നിർബന്ധമായും കൊടുത്തേ പറ്റുകയുള്ളൂ. അല്ലേ? ബാക്കി നിങ്ങൾ എല്ലാ സമയവും മറ്റു പഠിപ്പിച്ചോളൂ. ഒരു 5 മിനിറ്റ് ഏതെങ്കിലും വർഷത്തിൽ നടക്കുന്ന വാർഷികത്തിലോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ ഇനാഗ്രേഷനിലോ ഒന്നും ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ടൊന്നും മക്കൾ നന്നാവുന്ന എനിക്ക് അഭിപ്രായമില്ല. ഡെയിലി 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. മക്കളെ, നിങ്ങൾ അപകടത്തിൽപ്പെടല്ലേ? നിങ്ങളുടെ പരിസരം പ്രശ്നമാണ്. എത്ര തൂഫാൻ നടത്തിയാലും അതിന് പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെ അടിത്തറയിലൂടെ സഞ്ചരിക്കണം. കർണാടകയിൽ ഏകദേശം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മുതിർന്ന വിദ്യാർത്ഥികളിൽ HIV എയ്ഡ്സ് രോഗം അനിയന്ത്രിതമായി പരന്ന് പന്തലിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ ടുഡേ തുടങ്ങി ഒരുപാട് മാധ്യമങ്ങൾ, കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, 7000-ലധികം വിദ്യാർത്ഥികൾക്കാണ് പുതുതായി HIV എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള വളരെ വിഷമകരമായൊരു വാർത്തയുണ്ട്. KSAPS, അതായത് സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ സൊസൈറ്റിയുടെ കണക്കുകൾ പ്രകാരം ഈ പറയപ്പെട്ട പ്രായത്തിലുള്ള വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് 23-24 വർഷത്തിൽ 44,500 പേരാണ് ഈ പറയപ്പെട്ട രോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഔദ്യോഗിക കണക്കാണ്. 25-26 നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ വർഷത്തിൽ 2 വർഷത്തിലെ കണക്ക് 66,600. ഇന്ത്യയിലെ 3ാം എയ്ഡ്സ് രോഗത്തിന്റെ 3ാം സ്ഥാനമുള്ള സംസ്ഥാനമായി കർണാടക മാറിയിട്ടുണ്ട്. ഏകദേശം ടോട്ടൽ അവിടെ നിലവിൽ HIV ബാധിതരുടെ കണക്ക് നോക്കുമ്പോൾ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് 2.5 ലക്ഷത്തിലധികം മക്കൾക്കാണ്. പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗവൺമെന്റ് വളരെ അത്യാസന്നമായ നിലയിൽ തന്നെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ മുഴുവൻ കോളേജുകളിലും സ്ക്രീൻ ചെയ്യാൻ വേണ്ടി അവർ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. പ്രൈവസി മാനിച്ചുകൊണ്ട് സ്കാൻ കോഡർ പോലും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് രോഗമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സ്വന്തം മൊബൈലിലേക്ക് ആപ്പ് വന്ന് അതിൽ സ്കാൻ ചെയ്യാനുള്ള സംവിധാനം വരെ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നാം ഈ മലയാളികൾ അത് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്? അതിന് ഇസ്ലാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ ഗൗരവത്തിൽ പറയാനുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളിൽ നല്ലൊരു ശതമാനവും പഠിക്കുന്ന കലാലയങ്ങളുള്ളത് കർണാടകത്തിലാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട മക്കളെ ചുടുചുംബനം കൊടുത്ത് നിങ്ങൾ കലാലയ മുറ്റങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോ, പ്രൊഫഷണൽ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുമ്പോ, എഞ്ചിനീയറിംഗും മെഡിക്കലും ഡെന്റലും നഴ്സിംഗും ഫാർമസിയും ധാരാളം പ്രൊഫഷണൽ കോഴ്സുകൾ കൊണ്ട് നിബിഡമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ അതിന്റെ ഹബ്ബാണ് കർണാടക. ഈ പറയപ്പെട്ട കോഴ്സുകളിൽ പഠിക്കേണ്ടതല്ല, പഠനം നടത്തേണ്ടെന്നല്ല, റിസർച്ച് നടത്തണ്ട എന്നല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് നല്ല ധാർമ്മിക ബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഡോക്ടറെ കാണുമ്പോൾ ബഹുമാനിക്കണമെന്ന വാക്കാണ്. ഓർമ്മയുണ്ടെന്നറിയില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. വേണ്ടെന്നല്ല, പക്ഷെ ധാർമ്മികത കൈവിട്ടു പോയാൽ പിന്നെ അവരിലൊന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ മുഴുവൻ മാർക്കുള്ള ഒരു മാർക്ക് ലിസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവർ ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. 2 ലോകത്തിലും കൺകുളിർമയുള്ള മക്കളെ പ്രതീക്ഷിക്കുന്നവരോടാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ പറയപ്പെട്ട പ്രതിരോധത്തിന്റെയും ചികിത്സാ മുറകളുടെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോ ആ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വ്യഭിചരിക്കരുതേ എന്ന് കൃത്യമായി പറയാൻ ഒരു ശബ്ദം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയെങ്കിലും ഒരു ശബ്ദം, മക്കളെ നിങ്ങൾ ആ ഒരു പാപത്തിലേക്ക് പോകാൻ പാടില്ല. മാത്രമല്ല, പറയുന്ന വർത്താനം എന്താണ്? നിങ്ങൾ സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്നാണ്. എവിടെ സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ്. നിങ്ങളുടെ ലൈംഗിക ബന്ധം സുരക്ഷിതമായിരിക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇതല്ലാതെ നിങ്ങൾ ആ പാപത്തിലേക്ക് അടുക്കരുതെന്ന് പറയാൻ ഏതെങ്കിലും ധാർമ്മികതയുള്ള കോളേജോ അധികാരികളോ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ടറിയില്ല. അതിനാണ് മതപഠനശാലകൾ. അതിനാണ് ആ ധാർമ്മിക മൂല്യം മുന്നോട്ട് കൊണ്ടുവരാനാണ് ദീൻ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം. രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഡോക്ടർമാർ പറയുന്ന ഒരു വാക്യമുണ്ട്. ചെറുപ്പകാലം മുതൽ നാം കേട്ടതാണ്. രോഗാതുരമായ സാഹചര്യത്തിൽ പല ക്ലാസ്സുകളിലും അല്ലെങ്കിൽ
ഡോക്ടറെ സമീപിക്കുമ്പോൾ, അനുബന്ധമായ ആളുകളെ സമീപിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് കാണാൻ പാടുള്ള വാക്കാണ്. രോഗം വരുന്നതിന് മുമ്പ് ആ രോഗത്തെ പ്രതിരോധിക്കാനും രോഗമില്ലാതെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും കഴിയണം. അതാണ് യഥാർത്ഥ കരുത്ത്. രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ നോക്കണം എന്ന ഒരു വാക്ക്, ഞാൻ അതെടുത്തുകൊണ്ട് ഒരു വാക്ക് പറയുകയാണ്. ആ ഒരു വാക്ക് അത് ലോകത്തിന്റെ ഭൗതിക രോഗത്തിന്റെ കാര്യത്തിൽ മാത്രം പോരല്ലോ ആ കാഴ്ചപ്പാട്. ആത്മീയമായ രോഗത്തിലും ആ കാഴ്ചപ്പാട് വേണ്ടേ? നിങ്ങൾ ഈ രോഗം, ഈ പ്രതിസന്ധി, ഈ HIV വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. അതിന്റെ പരിസരത്തേക്ക് പോകരുത് എന്ന് പറയാൻ ഈ വാക്യം ഉപയോഗിക്കണം എന്നുകൂടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധമായ ഇസ്ലാം മാത്രമല്ല, എല്ലാ മതങ്ങളും വ്യഭിചാരം തിന്മയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇസ്ലാം ആ വിഷയം പറഞ്ഞെടുത്ത് വളരെ ഗൗരവത്തിൽ, ധാരാളം റിസർച്ചുകളുള്ള, പഠനങ്ങളുള്ള, ചിന്തിക്കേണ്ടുന്ന, സഗൗരവം ആലോചിക്കേണ്ടുന്ന ഒരു വാക്കാണ് പരിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെച്ചത്. സൂറത്തുൽ ഇസ്രാഇന്റെ 32-ാമത്തെ വചനം. നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അനുവദിക്കാത്ത ലൈംഗികമായ ഏർപ്പാടുകൾ ചെയ്യരുതേ എന്നല്ല പറഞ്ഞത്. ഖുർആൻ പറയുന്നു, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അഭിമാനത്തോടെ നമ്മൾ പറയുകയാണ് ഖുർആന്റെ വചനം. വ്യഭിചരിക്കരുതേ എന്ന് പറയുന്നത് പ്രായോഗികമല്ല. വ്യഭിചാരത്തോട് അടുക്കരുതേ എന്ന് പറയലാണ് സയൻസും പറയുന്നത്, മതവും പറയുന്നത്. ഞാൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. വ്യഭിചരിക്കരുതേ എന്ന് പറയുമ്പോൾ അതിൽ 99% ആളുകൾക്കും 6 തരം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്മാറാൻ പ്രയാസാണ്. ഇസ്ലാം പറയുന്നത് ആ പ്രക്രിയയിലേക്ക് ചിന്തിക്കരുത്, അടുക്കരുത്, നോക്കരുത്, സ്പർശിക്കരുത്, ആലോചിക്കരുത്, ആസൂത്രണം ചെയ്യരുത്. കാരണം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു പോകും. പിന്നെ നിങ്ങളോട് അത് ചെയ്യരുതെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇസ്ലാം പാപത്തെ മാത്രമല്ല, പാപത്തിന്റെ വഴികളെ കൃത്യമായി അടക്കുന്ന പ്രായോഗിക മതമാണ്. കാമ്പും കഴമ്പുള്ള ആദർശമാണ്, അതുകൊണ്ട് കല്ലേറ് കൂടും. ഈ മതം കാമ്പും കഴമ്പുമുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടിവരും. ഈ മതം അഭിമാനത്തോടെ നാം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. കാലോചിതമായി മുന്നേറാൻ പറ്റുന്ന ഒരു ആദർശം ഇസ്ലാം മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇത് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാം. 5 തഫ്സീറുകൾ ഞാനൊന്ന് കണ്ടുപിടിച്ചു. സമയം പോരാ, ചെറിയ മിനിറ്റുകൾ കൊണ്ടാണ് നമുക്കിതൊക്കെ പറയാനുള്ളത്. ഇബ്നു കസീർ അടക്കം, തുബരി അടക്കം, ഖുർത്തുബി അടക്കം, ജലാലിനി അടക്കം, ബഗവി ഇമാം അടക്കമുള്ളവർ പറഞ്ഞതിന്റെ ചുരുക്കരൂപം ഇത്രയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നു, വലാ തഖറബുസ് സിനാ യഅനി ലാ തദ്നൂ മിൻഹു വലാ തഫഅലു മാ യദഉ ഇലൈഹി വയുഖർരിബുഹു. ആ പ്രവർത്തനത്തിലൂടെ അടുക്കരുത്, അതിലേക്ക് കൊണ്ടുപോകുന്ന ഏത് ചെറുതും വലുതുമായ പ്രവർത്തനമാകട്ടെ ആ ഭാഗത്തേക്ക് പോകരുത്, അങ്ങോട്ട് കൊണ്ടുപോകുന്ന പ്രവൃത്തി ചെയ്യരുത് എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പറയപ്പെട്ട നോട്ടത്തിലേക്ക്, പ്രവർത്തനത്തിലേക്ക്, സ്പർശനത്തിലേക്ക്, ആസൂത്രണത്തിലേക്ക്, ചിന്തയിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് ആ ഒരു വിഷയം വീണുപോയാൽ, ഒരു അന്യ പെണ്ണൊരാണിനെ ലക്ഷ്യം വെച്ചു പോയാൽ, ഒരു അന്യ പെണ്ണൊരാണിനെ ലക്ഷ്യം വെച്ചു പോയാൽ, ഒരു അന്യ ആണ് ഒരു പെണ്ണിനെ ലക്ഷ്യം വെച്ചു പോയാൽ 6 തരം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സയൻസ് പറയുന്നത്. ഡോപ്പമിൻ, ടെസ്റ്റോസ്റ്ററോൺ, ഓക്സിറ്റോസിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, എൻഡോഫിനുകൾ അടക്കമുള്ള 6 ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ആ സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് സ്പർശനങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, ചേർന്നിരിക്കലിലൂടെ ഈ അപകടത്തിന്റെ മുമ്പിലെത്തിപ്പോയാൽ പിന്നെ ആർക്കും പിന്നോട്ട് മാറാൻ സാധ്യമല്ല. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അഭിമാനത്തോടെ കേൾക്കണം. ഒരു പക്ഷേ ഒരാളുടെ ഈമാനിന്റെ കടുപ്പം കൊണ്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പാപത്തിന്റെ വക്കിലെത്തിയിട്ട് അവൻ തിരിച്ചു നടക്കാനുള്ള ഉൾക്കരുത്തും മനക്കരുത്തും ഉണ്ടായാൽ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അവൻ ഒരു സ്വർഗമല്ല 2 സ്വർഗമുണ്ടെന്ന് ഖുർആൻ. എങ്ങനെ? അതിന്റെ തഫ്സീറിൽ, അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആർക്കാണ് 2 സ്വർഗമുള്ളത്? പാപത്തിന്റെ പരിസരത്തെത്തി, എല്ലാം ഓക്കെയാണ്, ആ വ്യഭിചാരത്തിന് എല്ലാ സൗകര്യങ്ങളും ഓക്കെയാണ്, ആ തിന്മയുടെ വക്കിൽ നിന്നും തിരിഞ്ഞു നടക്കാനുള്ള കരുത്ത്, അത് ചെറിയ കരുത്തല്ല. അതുകൊണ്ടാണ് ബമ്പർ ഓഫർ. ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഒരു സ്പാർക്ക് ഉണ്ടായി ആ പാപത്തിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഖുർആൻ കൊടുക്കുന്ന ഓഫർ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, 2 സ്വർഗമാണ്. പറഞ്ഞാൽ സ്വർഗത്തിൽ വലിയ 2 സ്ഥാനങ്ങളാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്ന് മാത്രമല്ല, ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വ്യഭിചാരത്തിന്റെ എല്ലാ സൗകര്യത്തിലേക്കും അടുത്തതിന് ശേഷം ഒരാൾ പിന്മാറിയ ഒരു സംഭവം പറയുന്നുണ്ട്. അയാൾക്ക് അല്ലാഹു തആല വിലായത്ത് കൊടുത്തു എന്നാണ് ഹദീസ്. അയാളെ വലിയാക്കിയത്. കാരണം എളുപ്പമുള്ള കാര്യമല്ല, ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ.
വ്യഭിചാരത്തിന്റെ എല്ലാ മൂവ്മെന്റിലേക്കും അടുത്ത് അതിന്റെ ഏകദേശം അതിന്റെ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ പിന്മാറണമെങ്കിൽ അവന്റെ ഈമാൻ. എന്തിനാ പിന്മാറുന്നത്? പെട്ടെന്ന് ഭാര്യയുടെ കോൾ വന്നു, അല്ലാഹു രക്ഷിക്കട്ടെ, ആമീൻ പറഞ്ഞോളൂ. പെട്ടെന്ന് ഭാര്യയുടെ കോൾ വന്നപ്പോ ഒരു സ്പാർക്ക്, ഓ പ്രസവനെ, ഈ സമയത്ത് അവൾ വിളിച്ചു, എന്തുകൊണ്ട് എസ്കേപ്പായി. അല്ലെങ്കിൽ വാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു, ഉസ്താദ് വിളിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും വാതിലിൽ മുട്ടി, എന്തുവാകട്ടെ, ദുനിയവിയായ ആവശ്യത്തിനല്ല. ഖൗഫും മിനല്ലാഹി സുബ്ഹാനഹു വ തആല, മഖാഫത്തല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചിട്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, പടച്ചോനെ പേടിച്ചിട്ടാണ് പിന്മാറിയത്. ആ സെക്കൻഡിൽ എന്തോന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ പിന്മാറിയ സംഭവങ്ങളുടെ അത്ഭുതങ്ങൾ ധാരാളമുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ കിടന്നൊരു മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പാപത്തിന്റെ വക്കിൽ നിന്നും പിന്മാറിയപ്പോൾ അള്ളാഹു ഈ സ്വർഗം കൊടുത്തു, അത്ഭുതം കൊടുത്തു. കാരണം അത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു ഹദീസിൽ, ഈ പാപത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് ആ മനുഷ്യൻ അള്ളാഹിനെ പേടിച്ചുകൊണ്ട് പിന്മാറി. അതിന് പെണ്ണിന്റെ ഒരു വാക്ക് കാരണമായി. കാരണം ഇവൻ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവന്ന പെണ്ണായിരുന്നു. ഇത്തഖുല്ലാ വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖി. അവിടെ ഒരു ചെറിയ വയൽ പറഞ്ഞു. ആ സമയത്ത് ചെറിയൊരു വാക്ക് പറഞ്ഞു, ഹലാലായ രൂപത്തിലല്ലാതെ എന്നോട് അടുക്കല്ലേ, എന്നെ കളങ്കപ്പെടുത്തല്ലേ, ആഖിറത്തിൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും, എന്നെ അപകടപ്പെടുത്തല്ലേ, അള്ളാഹിനെ പഠിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞു. അതങ്ങ് തുളച്ചു കയറിയ കൽവിലോട്ട്. അതുകൊണ്ട് മാത്രം അയാൾ പിന്മാറി. അയാളെ അല്ലാഹു തആല വിലായത്ത് കൊടുത്തു എന്ന് ഹദീസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ 6 തരം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ്, അതിന്റെ വഴികളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ തെറ്റിൽ നിന്നും പിന്മാറണം എന്ന് ഖുർആൻ പറയാനുള്ള കാരണം, വലാ തഖറബുസ് സിനാ, അടുക്കരുത്. അടുത്തുപോയാൽ എസ്കേപ്പ് ആകാൻ പ്രയാസാണ്. ആ ഏരിയ അങ്ങനെയുള്ളതാണ്. എന്നാ ചോദിക്കും, എന്തിനാ പിന്നെ ആ ഹോർമോൺ കൊടുത്തത്? കൊടുക്കാറുണ്ടാ പോലെ. എടാ, അത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ കുടുംബജീവിതം സുസ്ഥിരമാകുമോ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാവോ? ഫാമിലി ലൈഫ് റാഹത്താവോ? ഇത് കാണുമ്പോൾ, അനുവദിക്കപ്പെട്ടവരെ കാണുമ്പോൾ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്കിലല്ലേ പ്രത്യുൽപാദനം നടക്കും, എങ്കിലേ കുടുംബജീവിതം സന്തോഷാവൂ. അപ്പോ അടുക്കളയിലെ കറിക്കത്തി, അതുപോലെ അവിടെയുള്ള ചില ആയുധങ്ങൾ പച്ചക്കറി എറിയാനും മീൻ കണ്ടിക്കാനും ആവശ്യമായ സാധനങ്ങൾ കണ്ടിക്കാനുമാണെന്ന് വയൽ പറയേണ്ട ആവശ്യമില്ല. മറിച്ച് ആ കത്തി വേറെ ഒന്നിനും നിങ്ങൾ ഉപയോഗിക്കല്ലേ, ആ കത്തി ഒരാളുടെ മുറിവേൽപ്പിക്കല്ലേ, ഒരാളുടെ മേൽ ഊങ്ങല്ലേ എന്ന് പറയൽ മതത്തിന് അവിടെ അവകാശമുണ്ട്. അവിടെ പറയേണ്ടത്, ഇടപെടേണ്ടത് മതമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ കർണാടകയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അങ്ങ് അതിരുകൾക്കപ്പുറത്ത് മറ്റുള്ള യൂറോപ്പിലടക്കം, റഷ്യയിലടക്കം പല രാജ്യങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മക്കൾ ഉയരട്ടെ, പഠിക്കട്ടെ. ഞാൻ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയുന്നത്, മോനെ എന്താ പഠിക്കുന്നത്? BSc ഫിസിക്സ്. ഞാൻ പറയും, PhD വരെങ്കിലും മാക്സിമം നീ പോകണമെന്ന് പറയും. ചിലപ്പോൾ ജോബ് വെക്കൻ്റൊക്കെ വരും, നീ നല്ല കഴിവുള്ള ആളാണ്. മാക്സിമം ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കണ്ട ഞാൻ പറയും, IIT-യിൽ എത്തുന്ന രൂപത്തിൽ നീ പഠിക്കണം. നമ്മൾ അങ്ങനെയാ മോട്ടിവേറ്റ് ചെയ്യുക. പഠിക്കേണ്ടതല്ല, പഠിക്കണം എന്ന് പറയുന്നത് അതാണ്. MBBS-ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുന്ന, മോനെ കേവലം MBBS കൊണ്ട് മതിയാക്കരുത്, PG എടുക്കണം, ഫെലോഷിപ്പ് എടുക്കണം, മാക്സിമം അതിൽ റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകണം. നിന്റേതായിട്ടുള്ള വലിയ ഒരു കണ്ടെത്തൽ, ഒരു സംഭാവന നീ സമൂഹത്തിന് കൊടുക്കണം. ലോക്കലായിട്ട് കാര്യമില്ല, പഠിക്കുന്ന മാക്സിമം പഠിക്കുക. പക്ഷേ അതിനോടൊപ്പം ധാർമ്മികമായ മുന്നേറ്റം ഉണ്ടാവണം. നിസ്കാരമില്ലാത്ത മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല കേട്ടോ. ഇത് പറയേണ്ടത് ഞാനാണ്, വെളിയിൽ നിന്ന് കിട്ടൂല. അതിനാണ് നിങ്ങൾ ശമ്പളം തന്നത്, അതിനാണ് നിങ്ങൾ ഭക്ഷണം തരുന്നത്, അതിനാണ് നിങ്ങൾ സൗകര്യം ചെയ്യുന്നത്. ഇത് പറയാനാണ്. പറഞ്ഞില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ്. എങ്ങനെ പറഞ്ഞത്? നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ടാക്കുന്ന പഠിത്തം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തു നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് ശാശ്വതമല്ല. ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ വേദന ഉണ്ടാകുന്ന സമയത്ത് ഉപകാരം ഉണ്ടാവില്ല. മക്കളെ അള്ളാഹുവിനോട് ചേർത്തുകൊണ്ട് വളർത്താൻ തയ്യാറാവണം. ദീനി ചിട്ടയോടുകൂടി വളർത്താൻ തയ്യാറാകണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കൾ പഠിക്കുന്ന കലാലയം പകൽ മുഴുവനും പഠിക്കുമ്പോ, ഈ അടുത്തൊരു ചർച്ചയുണ്ടായിരുന്നു, ചെറിയ മക്കൾക്ക് ബാഗിലുള്ള പുസ്തകങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഭാരം കൂടുതലാണ്, കുറയ്ക്കണം എന്നൊരു വാർത്ത ഈ അടുത്തുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോന്നറിയില്ല. എടുത്താൽ പൊങ്ങാത്ത ഭാരവുമായി ചെറുപ്പകാലത്ത് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കലാലയം മുറ്റത്തിരിക്കുമ്പോൾ, അത് ചെറുതാകട്ടെ, അത് പ്രൊഫഷണൽ കോഴ്സുകൾ വരെ വന്ന് പഠിക്കുന്ന വലിയ കോളേജുകളുടെ മക്കളാകട്ടെ, ഞാൻ പറയുന്നു അധികാരികളോട്, റെക്കോർഡാണ് ഞാൻ ഈ പറയുന്നത്, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ അധികാരിയുടെ കാതിലെത്തിയാൽ,
നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാതിലെത്തിയാൽ, കാരണം എന്തും ആരും എപ്പോഴും എന്തും കേൾക്കാൻ പറ്റുന്ന കാലാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ, എത്തിയാൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി അധികാരികളോട് പറയുന്നു, നിങ്ങൾ പകൽ മുഴുവനും പഠിക്കുമ്പോ ഡെയിലി 5 മിനിറ്റ് ധാർമ്മികമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഒരു പീരീഡ് നിങ്ങൾ നിർബന്ധമായും കൊടുത്തേ പറ്റുകയുള്ളൂ. അല്ലേ? ബാക്കി നിങ്ങൾ എല്ലാ സമയവും മറ്റു പഠിപ്പിച്ചോളൂ. ഒരു 5 മിനിറ്റ് ഏതെങ്കിലും വർഷത്തിൽ നടക്കുന്ന വാർഷികത്തിലോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ ഇനാഗ്രേഷനിലോ ഒന്നും ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ടൊന്നും മക്കൾ നന്നാവുന്ന എനിക്ക് അഭിപ്രായമില്ല. ഡെയിലി 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. മക്കളെ, നിങ്ങൾ അപകടത്തിൽപ്പെടല്ലേ? നിങ്ങളുടെ പരിസരം പ്രശ്നമാണ്. എത്ര തൂഫാൻ നടത്തിയാലും അതിന് പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെ അടിത്തറയിലൂടെ സഞ്ചരിക്കണം. തൂഫാനൊക്കെ നമ്മൾ ശ്ലാഘിക്കേണ്ട അവസരമാണ്. അൽഹംദുലില്ലാ, സന്തോഷമാണ്. രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, എല്ലാ സങ്കുചിതത്വങ്ങളും മാറ്റിവെച്ച് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചുരുക്കുന്നു. അപ്പൊ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തിയപ്പോൾ അധ്യാപികമാര് തന്നെ ആ വലയിൽ കുടുങ്ങിയ സംഭവങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അവസ്ഥ അത്ര നല്ല അവസ്ഥയല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു 5 മിനിറ്റ് ഡെയിലി ആ പ്രിയപ്പെട്ട മക്കൾക്ക് ധാർമ്മികമായ ബോധമുണ്ടാകാൻ ഒരു കുഞ്ഞു പീരീഡ് ഈ രാജ്യം, ഈ നാട്, ഈ കേരളത്തിലെങ്കിലും അതൊന്ന് തുടങ്ങി നാട്ടിനും ലോകത്തിനും മാതൃകയാകണം എന്നുകൂടി. എന്തിനാണ് നമ്മുടെ സമ്പത്തും നമ്മുടെ സാമൂഹിക ക്രമവും നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വവും ഒരു മനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകാനാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രൊഫഷണലായി പഠിപ്പിക്കാൻ വിടുന്ന മക്കളോട് കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് വേണം അവരെ വിടാൻ. അപകടം വലുതാണ്. നിരന്തരമായ ഇടപെടലാണ് സർക്കാർ ഇപ്പോൾ ഈ ഭീതിതമായ അവസ്ഥയിൽ കർണാടക സ്റ്റേറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.